ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വയറിങ്ങിന്, വീടിൻ്റെ വയറിങ്ങിനാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ വയറിനാണെങ്കിലും നമ്മൾ കൺസീൽ ചെയ്ത് ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ്, എത്ര ഇഞ്ച് ആണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ലാഭകരമായ രീതിയിൽ, വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാക്സിമം ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 25 പൈപ്പ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് 1 ഇഞ്ച് പൈപ്പാണെന്ന് ഉദ്ദേശിക്കുന്നത്. വയറിങ്ങിൽ 1 ഇഞ്ച് പൈപ്പായിട്ടാണ് നമ്മൾ പറയുന്നത്. 25 എന്ന് ഉദ്ദേശിച്ച 1 ഇഞ്ച് പൈപ്പായിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഡി ബിയിൽ നിന്നും മെയിൻ സർക്യൂട്ടുകൾ കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് 25 പൈപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം അത്യാവശ്യം സർക്യൂട്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് MCBകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് 20 പൈപ്പ്, അതായത് 3/4 ഇഞ്ച് പൈപ്പ്. 20 എന്ന് ഉദ്ദേശിച്ചാൽ അത്യാവശ്യം ലൈറ്റ് പോയിന്റുകൾ, നോർമൽ ലെവലിൽ വരുന്ന ചെറിയ സർക്യൂട്ടുകൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പാണ് 20 പൈപ്പ്. ഈ രണ്ട് പൈപ്പുകളാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഇതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. 20 പൈപ്പിലൂടെ നോർമൽ ലെവലിൽ പോകുന്ന വയറുകളും അതുപോലെ തന്നെ 25 പോകുന്ന വയറുകളും നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാൻ സാധിക്കില്ല. കാരണം മെയിൻ സർക്യൂട്ടുകളിൽ നമ്മൾ പോകുന്നത് 2.5 സർക്യൂട്ടുകൾ വലിക്കാറുണ്ട്. അതായത് പവർ സർക്യൂട്ടിന് നമ്മൾ 2.5 സർക്യൂട്ട് കൊടുക്കാറുണ്ട്. AC ചിലപ്പോൾ 4 സർക്യൂട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ 2.5 കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പോകുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ എണ്ണം നോക്കി നമുക്ക് ഒരിക്കലും വലിക്കാൻ സാധിക്കില്ല. നമ്മൾ ആ പൈപ്പിലൂടെ കൊണ്ടുപോകുന്ന സർക്യൂട്ടുകൾ എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ പൈപ്പുകളെല്ലാം തന്നെ മെയിൻ സർക്യൂട്ടുകൾ പോകുന്ന പൈപ്പുകൾ ഒരിക്കലും ടൈറ്റ് ചെയ്ത് വലിക്കാതിരിക്കുക. വയറ് വലിക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്ത് വയറ് വലിക്കരുത്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് നമ്മൾ ഫിലമെൻറ്റ് ബൾബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടൈറ്റ് വയറിങ്ങിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, കംപ്ലീറ്റ് ഉപയോഗിക്കുന്ന LED ബൾബ് ആയതുകൊണ്ട് ഇൻഡക്ഷൻ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ബൾബുകൾ പ്രകാശിക്കുന്ന ഒരവസ്ഥ ചെറുതായിട്ട് ഡിമ്മായിട്ട് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ പൈപ്പിൻ്റെ എണ്ണം കുറയ്ക്കുന്നതാണ്. പൈപ്പുകളുടെ എണ്ണം കുറച്ച് ടൈറ്റ് വയറിങ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മളിപ്പോൾ കണ്ടു കപ്ലിങ്. അതായത് നമ്മളൊരു പൈപ്പ് വാങ്ങിക്കുന്ന സമയത്ത്, നമ്മൾ വീടിൻ്റെ വയറിങ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കപ്ലിംഗ് ഉള്ള പൈപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈപ്പുകൾ വേസ്റ്റ് ആവാതെ നമ്മൾ വാങ്ങിക്കുന്ന പൈപ്പുകൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കപ്ലിംഗ്. കണ്ടോ, ഈ കപ്ലിങ്ങിലേക്ക് നമ്മൾ അടുത്ത പൈപ്പ് ഇങ്ങനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പൈപ്പ് മുറിച്ച് നമ്മൾ ബാലൻസ് എടുക്കുന്ന സമയത്ത് ആ പൈപ്പ് വേസ്റ്റായി പോവാതെ അതിൻ്റെ ഒരു പൈപ്പിൻ്റെ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫുള്ള് മൊത്തം യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ പൈപ്പ് അടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കപ്ലിംഗ് ഉള്ള പൈപ്പ് വാങ്ങിക്കുക. ഈ കപ്ലിംഗ് ഉള്ള പൈപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ കപ്ലിംഗ് അടിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അത്രയും സമയനഷ്ടം കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനേക്കാൾ നല്ലത് കപ്ലിംഗ് ഉള്ള ടൈപ്പ്, അതായത് ഒരു പൈപ്പിൽ അടുത്ത പൈപ്പ് നമ്മൾ സിമ്പിളായിട്ട് കയറ്റി വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. മാക്സിമം വേസ്റ്റ് കുറച്ച് ലാഭകരമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ ലെവലിൽ 20 പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം പൈപ്പുകൾ എണ്ണം കൂട്ടി അടിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലതാണ്. ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അതായത് നമ്മുടെ പ്രൊഫഷനെ ബാധിക്കുന്നതായിരിക്കും. കാരണം സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ലൈറ്റുകൾ പ്രകാശിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രൊഫഷനെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു എളുപ്പം നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പിന്നീട് ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ വീടുകളെല്ലാം തന്നെ സെപ്പറേറ്റ് MCBകളൊക്കെ വെച്ച് സർക്യൂട്ട് സെപ്പറേറ്റ് റൂം സർക്യൂട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാക്സിമം സർക്യൂട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ വയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പൈപ്പുകളുടെ എണ്ണം കൂടുതലല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, പൈപ്പുകളുടെ എണ്ണം കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ടൈറ്റ് വയറിങ്, അതായത് ഒരു പൈപ്പിലൂടെ പോകുന്ന ടൈറ്റ് വയറിങ് ഒഴിവാക്കിക്കൊണ്ട് ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. നീറ്റായിട്ട് നമുക്ക് കസ്റ്റമറിന് നല്ല രീതിയിൽ തന്നെ ഒരു വയറിങ് സിസ്റ്റം ചെയ്ത് വീട് നമുക്ക് ഏൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.